ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് സ്നേഹത്തിന്റെ കേക്ക് സ്വീകരിച്ച് തൃശൂരിലെ LDF മേയർ. നടപടി ആസൂത്രിതമെന്ന് VS സുനിൽകുമാർ. സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തിയ മേയറോട് രാജിവെക്കാൻ CPI. ബോണ്ടത്താലെ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിലും രാഷ്ട്രീയം ചികഞ്ഞ് എതിരാളികൾ. തൃശൂർ കോർപ്പറേഷനിലെ മേയർ MK വർഗീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. ചോറിവിടെയും കൂറ അവിടെയും എന്ന രീതിയാണ് മേയർക്കെന്നും അദ്ദേഹം ആരോപിച്ചു. സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചതാണ് സുനിൽകുമാറിനെ ചൊടിപ്പിച്ചതെന്നാണ് കരുതുന്നത്. കേക്ക് സ്വീകരിച്ച നടപടി ആസൂത്രിതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് അദ്ദേഹത്തിന്റെ BJPയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് സഹായകമാകുന്ന നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെയാണെന്ന് അന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. മേയറെ മാറ്റേണ്ടത് LDF തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തു ചെയ്താലും സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്തു ചെയ്താലും സഹിക്കേണ്ട നിലപാടിലേക്ക് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ല, സുനിൽകുമാർ പറഞ്ഞു. MK വർഗീസിന്റെ സീറ്റിന്റെ ബലത്തിലാണ് തൃശൂർ കോർപ്പറേഷനിലെ ഇടതുഭരണം മുന്നോട്ടു പോകുന്നത്. മേയർ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ പിന്തുണ പിൻവലിക്കുമെന്നും അങ്ങനെ കോർപ്പറേഷൻ ഭരണം പോകുമെന്നും CPM ഭയക്കുന്നുണ്ട്. അതിനാലാണ് മേയർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ അദ്ദേഹം പലപ്പോഴും പുകഴ്ത്തിയിരുന്നു. ഇത് വിമർശനത്തിനിടയാക്കിയതോടെ വാക്കുകളിൽ രാഷ്ട്രീയം കലർത്തേണ്ട എന്ന മറുപടിയുമായി മേയർ രംഗത്തെത്തിയിരുന്നു. സ്നേഹത്തിന്റെ ദിവസമായ ക്രിസ്മസിന് വീട്ടിൽ ആരു വന്നാലും സ്വീകരിക്കുമെന്നും മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു എന്നുമാണ് സുരേന്ദ്രന്റെ സന്ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. സുരേന്ദ്രൻ വന്നതിൽ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞു. മേയറുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ലെന്നും സ്നേഹത്തിന്റെ സന്ദർശനം മാത്രമായിരുന്നു എന്നുമാണ് സുരേന്ദ്രൻ അന്ന് മറുപടി നൽകിയത്. കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തിയതിന്റെ പേരിൽ MK വർഗീസ് മേയർ സ്ഥാനം ഒഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് മേയറുടെ നിലപാട് ഒരു കാരണമായെന്നും CPI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. സുരേഷ് ഗോപി നേരിട്ടെത്തി മേയറെ കണ്ട് വോട്ട് ചോദിച്ചതും സുരേഷ് ഗോപിയെ മേയർ പ്രശംസിച്ചതും വലിയ ചർച്ചയായിരുന്നു. സുരേഷ് ഗോപി MP ആകാൻ ഫിറ്റായ വ്യക്തിയാണെന്നായിരുന്നു മേയറുടെ അന്നത്തെ കമന്റ്. സുരേഷ് ഗോപി കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകിയെന്നും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണെന്നും MK വർഗീസ് പുകഴ്ത്തിയിരുന്നു. എന്നാൽ ഈ പ്രസ്താവന വിവാദമായതോടെ 3 സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് പറഞ്ഞ് പ്രസ്താവന തിരുത്തി. BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മേയർ MK വർഗീസ് തൃശൂരിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ചർച്ചയായിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് BJP ടിക്കറ്റിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. തൃശൂർ നഗരത്തിലെ ബോണ്ടത്താലെ ചടങ്ങ് പോലും BJP രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയേക്കാമെന്ന് എതിർ പാർട്ടികൾ ഭയക്കുന്നുണ്ട്. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോണ്ടത്താലെ സാന്താക്ലോസ് റാലിയും ഘോഷയാത്രയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. മേയർ MK വർഗീസ് അധ്യക്ഷനാണ്. രാത്രിയിലെ സമാപന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ് അധ്യക്ഷൻ. ബോണ്ടത്താലെ ഫ്ലാഗ് ഓഫിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളിൽ സംസ്ഥാന മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, ബാലചന്ദ്രൻ MLA, DIG തോംസൺ ജോസ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മാർ ടോണി നീലങ്കാവിൽ, കൽതായ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ഔഗീൻ കുര്യാക്കോസ്, യാക്കോബായ സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമ്മിസ്, പാണക്കാട് മുയ്യീനലി ശിഹാബ് തങ്ങൾ, സ്വാമി സദ്ഭവാനന്ദ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു. BJP സംസ്ഥാന അധ്യക്ഷന്റെ സ്നേഹ സന്ദേശയാത്രയുടെ കേക്ക് സ്വീകരിച്ച തൃശൂർ മേയറുടെ നീക്കം ആസൂത്രിതമെന്ന് ആരോപിക്കുന്ന CPI MK വർഗീസ് അധ്യക്ഷനായുള്ള ബോണ്ടത്താലെയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു നിർവഹിക്കുന്നതിനെയും ആസൂത്രിത നീക്കമായിട്ട് തന്നെയാണ് കാണുന്നത്.